സിനിമ. ക്രിയേറ്റിനോ? ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ അവരാണ് ലിയോ സോഡിയാക് സൈനിലുള്ളവര്. ജന്മന കോൺഫിഡന്റ് ആണ്, നാച്ചുറൽ ലീഡേഴ്സും ആണ്, മെയിൻ ക്യാരക്ടർ എനർജിയിലെ ആൾക്കാരാണ്, വാം ഹാർട്ടഡ് ആണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടവുമാണ്, ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അവരുടെ ക്വാളിറ്റീസ്, അവരുടെ പേഴ്സണാലിറ്റീസ് ഹൈഡ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല, അവരത് ചെയ്യത്തുമില്ല. ക്രിയേറ്റീവ് ഫീൽഡിലായിരിക്കും കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുക, അതായത് ഫാഷൻ, സ്പീക്കിംഗ്, ഡാൻസിങ്, സിംഗിങ്, കണ്ടന്റ് ക്രിയേഷൻ, സിനിമ, ഇതുപോലെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഫീൽഡിലായിരിക്കും അവർ കൂടുതൽ ഉണ്ടാവുക. അവർ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ പോലും അവർക്കൊരു ഡ്രാമാറ്റിക് ക്രിയേറ്റീവ് ഇന്നർ വേൾഡ് ഉണ്ടാവും. അപ്രീസിയേഷൻസ് ഒക്കെ ഇഷ്ടമാണ്. അവർക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹോബി മാത്രമല്ല, ഇറ്റ് ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് ഹൂ ദേ ആർ. ഇഗ്നോർ ചെയ്ത സെൽഫ് വർത്തിനെ പോലും ഹേർട്ട് ചെയ്യും. ഒപ്റ്റിമിസ്റ്റിക് ആണ്, യൂഷ്വലി പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ബാക്കിയുള്ളവരെ പോലെയല്ല, സെൽഫ് സെന്റേർഡ് ആണ്, കുറച്ച് അഹങ്കാരികളാണ്. അവരുടെ നിഗമനങ്ങളെ, ജഡ്ജ്മെന്റ്സിനൊക്കെ അവർ ട്രസ്റ്റ് ചെയ്യും. ഇപ്പൊ അവർ ഒരു കാര്യം ശരിയാണെന്ന് വിശ്വസിച്ചാൽ ബാക്കിയുള്ളവര് അതിനെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും അവരെ ഒപ്പീനിയൻ മാറ്റാൻ പോകണില്ല. അവരുടെ ചോയ്സിൽ അവർ ഉറച്ചു നിൽക്കും. എന്താ ചെയ്യേണ്ടത് ഇങ്ങോട്ട് പറയണ്ട, എനിക്കറിയാം, ആ മൂഡാണ്. ഇനിയിപ്പോ എന്തെങ്കിലും സാഹചര്യത്തിൽ സെൽഫ് ഡൗട്ട് വന്നാലും കോൺഫിഡന്റ് ആണെന്നേ പുറത്ത് കാണിക്കത്തുള്ളൂ. കാരണം വീക്ക് ആണെന്ന് ആരെങ്കിലും ഒക്കെ അറിഞ്ഞ ഇച്ചിരി കുറച്ചില്ല, അങ്ങനെ അവർ കാണിക്കത്തില്ല. ആർക്കും അങ്ങനെ ഈസി ആയിട്ട് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ഒപ്പീനിയനോ ട്രെൻഡ്സോ അല്ലെങ്കിൽ ഫേക്ക് പീപ്പിളിനോ ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റൻഷൻ സീക്കർ ആണെന്ന് ചോദിച്ചാൽ അഡ്മിറേഷൻ, വാലിഡേഷൻ ഇതൊക്കെ ഇടയ്ക്ക് കിട്ടിയ പക്ഷെ ഇവര് നാച്ചുറലി അറ്റൻഷൻ അട്രാക്ട് ചെയ്യുന്നവരാണ്. സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്നോ റെസ്പെക്ട് ചെയ്യുന്നവരുടെ അടുത്തുനിന്നോ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം കാലത്തേക്ക് തലയിലും മനസ്സിലൊക്കെ അതുണ്ടാവും. ഹേർട്ടായി എന്ന് കാണിക്കാൻ ഈഗോ അനുവദിക്കാത്തത് കൊണ്ട് ഡിഫെൻസീവ് ആവും, ആർഗ്യൂ ചെയ്യും, കോൾഡ് ആവും, ഡിസ്റ്റന്റ് ആവും, സൈലന്റ് ആവും, ഇതൊക്കെ ആവും. ഡീപ്പായിട്ട് സ്നേഹിക്കും, നന്നായി എക്സ്പ്രസ് ചെയ്യും, റിലേഷൻഷിപ്പിൽ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ പാർട്ട്ണറിനെ സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. പൊറുക്കും പക്ഷെ മറക്കത്തില്ല എന്ന് പറയുന്നത് ഇവരെ കുറിച്ചാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് കിട്ടിയ കാലാകാലങ്ങളിലേക്ക് അത് ഓർത്തിരിക്കും. എക്സ്പെൻസീവ് ഗിഫ്റ്റിനേക്കാളും ദേ ലവ് അപ്രീസിയേഷൻ. ലിയോ സോഡിയക് സൈനിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. അവരുടെ ഈഗോ ആയിരിക്കും നമ്മൾ ആദ്യം കാണാം, പക്ഷെ കുറച്ചൊരു അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും. അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴായിരിക്കും അവരുടെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ലവ്ഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അവർ അറ്റൻഷൻ ചോദിച്ചു വാങ്ങുന്ന കൂട്ടത്തിലല്ല, പക്ഷെ അവരില്ലാത്തപ്പോൾ എനർജി ചേഞ്ച് ആവുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ റിപ്ലേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നും, പക്ഷെ ഒരിക്കലും അവർ മാറിപ്പോയി കഴിഞ്ഞാൽ സെയിം എനർജി വീണ്ടും കിട്ടാൻ ബുദ്ധിമുട്ടാണ്.